പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ വർഷത്തെ ഓണം അങ്ങനെ കഴിഞ്ഞു അല്ലേ. എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഞങ്ങളും വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. എത്ര പെട്ടെന്ന് നല്ല ദിവസങ്ങളൊക്കെ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വർഷത്തിൻ്റെ ഓണത്തിലേക്കുള്ള കാത്തിരിപ്പ് എന്ന പാട്ട്. ഇപ്പം അടുത്ത വർഷത്തെ ഓണവും കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്കുള്ള ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 10 ദിവസം ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ പൂവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തിരുവോണം ദിവസവും ഞങ്ങൾ പൂവിട്ടിട്ടുണ്ട്. ഇനിയും പൂവിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം ചെറിയ ഒരു ഇലയൊക്കെയാണ് ഞങ്ങൾ അവിടെയൊക്കെ ഇടാതുള്ളത്. ഇലയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മൂലം വരെയാ തോന്നി ഞങ്ങൾ പൂവിടുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ പൂവിടുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പിന്നെ പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് പൂവിൻ്റെ ലഭ്യതക്കുറവും അപ്പം ഇലയുടെ ലഭ്യതക്കുറവൊക്കെ കൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇതുവരെ ഞങ്ങൾ പൂവിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ തിരുവോണം. പിന്നെ ഇന്നത്തെ വിശേഷം വെച്ചാൽ എൻ്റെ ഉത്തരാടത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇത്തവണത്തെ ഉത്തരാടത്തിന് ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു ഓഗസ്റ്റ് 25. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ കുളിച്ച് ഞാനും ഏട്ടനും മക്കളൊക്കെ കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികവും പോകുന്നൊരു അമ്പലമാണ് അയ്യപ്പൻ്റെ അമ്പലം. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ അന്നും പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് അമ്പലമാണ്. കാരണം അധികം തിരക്കൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു അമ്പലമാണത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ പിന്നെ കൂടുതൽ മലയാളീസ് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നല്ല അമ്പലം. ഞങ്ങൾ പോയ സമയത്തും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സമാധാനത്തിൽ തൊഴുത്ത് വരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥയും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അത് കഴിഞ്ഞ് തൊഴുതതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ചായയും പൂരിയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടത്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂ കുറച്ച് വാങ്ങിച്ചു വെച്ചു. ഓൾറെഡി പൂവൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചുകൂടി കണ്ടപ്പോൾ വഴിയിൽ നിന്ന് കുറച്ചുകൂടി പൂക്കൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ പൂവിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഏട്ടനും മോളും കൂട്ടി ഇങ്ങനെ പൂവൊക്കെ കുതിർത്ത് വയ്ക്കണം. ഡിസൈനും ബാക്കി പൂവിടുന്നതിൻ്റെയൊക്കെ ഫുൾ ബ്രെയിൻ എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഞാനും മോളും അധികം അതിൽ ഇടപെടാറില്ല. കാരണം ഏട്ടൻ ഭയങ്കര ഒരു കലാകാരനായതുകൊണ്ട് തന്നെ ഏട്ടൻ തന്നെ ഫുൾ ഇടാറുള്ളത്. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സഹായിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ പൂ ഡിസൈനും കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ഒറ്റയ്ക്കേട്ടൻ ചെയ്യും. ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് വെറുതെ അത് കുളമാക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം നിൽക്കാറില്ല. ഞങ്ങൾ അതൊക്കെ പൂവൊക്കെ കുതിർത്തൊക്കെ കൊടുക്കും. മോളെ കൊണ്ടാവുന്ന രീതിയിൽ അവളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾക്ക് ഇടയ്ക്ക് കൊച്ചുമ്പൊക്കെ വരുന്നുണ്ട്. കാരണം അവളെ പൂ തൊടാൻ വിടുന്നില്ല. കാരണം പുഴുവൊക്കെ ഉള്ളത് ഞങ്ങൾ പറഞ്ഞ അധികം തൊടേണ്ടത് എനിക്ക് ചോദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികം അവളെ അടുപ്പിക്കാറില്ല. പക്ഷെ എന്നാലും അവൾ മാക്സിമം ഞങ്ങളെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്നത് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഉച്ചഭക്ഷണം എന്ന് വെച്ചാൽ എൻ്റെ ഫുൾ റെസ്റ്റാണെന്ന് ഏട്ടൻ പാട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടൻ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് എനിക്ക് ബിരിയാണിയാണ് വാങ്ങിച്ചു തന്നത് ബർത്ത്ഡേൻ്റെ ഇതായിട്ട്. അതിന് മുന്നേ ഏട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ഏട്ടൻ എനിക്ക് ബർത്ത്ഡേ ആയാലും വാലൻറ്റൈൻസ് ഡേ ആയാലും ഇപ്പം എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആയാലും ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഒരു ചെറിയ ഫ്ലവർ ബോട്ടിലും അതുപോലെ തന്നെ ഒരു സെൽഫി സ്റ്റിക്കുമാണ് വാങ്ങിച്ചത്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ എല്ലാവർക്കും അറിയാം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടുന്ന ഒരാളാണ്. അതെനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല, പേയ്മെൻറ്റ് കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഡെയിലി ഇടാറുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തോളമായി ഡെയിലി ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ അത് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ തന്നെയാണ് എന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഇതിൽ വീഡിയോസ് ഇടാനും ഒക്കെ എനിക്ക് ഫുൾ ബാക്ക് സപ്പോർട്ട് ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കണ്ട, അതിന് മുതൽ സെൽഫി സ്റ്റിക്ക് വെച്ച് എനിക്ക് എന്താ ചെയ്യുക അത് സ്റ്റാൻഡാക്കി യൂസ് ചെയ്ത് എനിക്ക് വീഡിയോസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിച്ചെന്ന സാധനമാണ് ഈ ഒരു പറയുന്ന ഈ ഒരു സെൽഫി സ്റ്റിക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഒന്നുമല്ലാതെ എന്നെ എത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഏട്ടൻ തന്നെയാണ്. എങ്കിൽ പോലും എന്നത് കണ്ടാണ് ചെയ്തപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. കാരണം ഇനി അങ്ങോട്ടും എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം തന്നെയാണ് ഈ പറഞ്ഞ സെൽഫി സ്റ്റിക്കും. അപ്പോൾ അതാണ് അതിന് പിന്നിലുള്ള കഥ എന്ന് വെച്ചാൽ. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കൊരു ഫിലിമിന് പോയാലോ. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ മടിയാണ്, കാരണം ബിരിയാണി കഴിച്ച് നല്ല ഉറക്കത്തായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ വിചാരിച്ചു, കാരണം നാളെ തിരുവോണത്തിന് അന്ന് എവിടെയും പോകില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് എൻ്റെ പോയിട്ട് ഫിലിം കണ്ടേക്കാം. അപ്പം ഞങ്ങൾ പോകാൻ
പ്ലാനായിട്ട് ഫിലിം എന്ന് വെച്ചാൽ ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. ഞങ്ങൾ യൂട്യൂബിലെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിങ്ങിനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഏത് സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റേറ്റിംഗ് നോക്കാറുണ്ട്, അല്ല റിവ്യൂസ് നോക്കാറുണ്ട്. കാരണം പോയിട്ട് പിന്നെ ചളമാക്കിയിട്ട് വരണ്ടല്ലോ, വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തൊരു റിവ്യൂസ് നോക്കിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും സിനിമയ്ക്ക് പോകാറില്ല. അപ്പോൾ അത് ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ നല്ല അടിപൊളി റിവ്യൂ എന്നെ കണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എനിക്ക് പിന്നെ പോയിട്ട് വരാം എന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബൈ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എല്ലാവരും റെഡി ആയിട്ട് തന്നെ ഇരിക്കുന്ന ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 3:50 ആയപ്പോൾ ഞങ്ങൾ വണ്ടി വന്നു. 4:40 കറക്റ്റ് ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, തിയേറ്ററിലെത്തി. കറക്റ്റ് സമയമാണ് ഞങ്ങൾ എത്തി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിൻ്റെ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫിലിമാണ്. തിയേറ്ററിൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്താ ചെയ്യുക, ചിരിച്ച് സമയം പോകുന്നത് അറിയില്ല. അത്രയും നല്ലൊരു ഫിലിം തന്നെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഫിലിംസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അടിയില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന ഫിലിംസാണ് എനിക്ക് ടാക്കീസിൽ പോയിട്ട് കാണാൻ ഇഷ്ടം. ടാക്കീസിൽ മാത്രമല്ല, എനിക്ക് വീട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് കാണാൻ ഇഷ്ടം ഇങ്ങനെ അടിയില്ലാത്ത നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഫിലിംസ് ആയിരിക്കണം. അത് ഒന്ന് തന്നെയാണിത്. എനിക്ക് അതുപോലെ തന്നെ ഇപ്പം പ്രേമലു, ഓം ശാന്തി ഓശാന, സർവമായ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒക്കെ ഒരു മിക്സഡ് ടൈപ്പ് തന്നെ എനിക്ക് ഈ ഒരു ഫിലിം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നിവിൻ പോളിൻ്റെ കാണുമ്പോഴും നിവിൻ പോളിൻ്റെ ഇഷ്ടപ്പെടുന്ന കുട്ടിയുടെ ഏജ് കാണുമ്പോഴും എല്ലാം അതിൻ്റെ ഒരു മിക്സായിട്ട് തന്നെ തോന്നി. പക്ഷെ എന്നാൽ പോലും നല്ല ഒരു അടിപൊളി സിനിമയാണ്. അടിപൊളി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫിലിം തന്നെയാണ് കേട്ടോ. നല്ല തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ഇഷ്ടമുള്ളവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ സിനിമ കണ്ട് ഇറങ്ങി. അവിടെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ വന്നത്. പിന്നെ വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടി വരാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. രാത്രി ആയപ്പോഴും നിങ്ങൾക്കറിയാം, ഉച്ചയ്ക്ക് വീട്ടിലടുപ്പ് പോയിട്ടില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നീ ഒന്നും ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഏട്ടൻ വാങ്ങിച്ചു വന്നു. രാത്രിക്കത്തേക്കുള്ളതും ഏട്ടൻ വാങ്ങിച്ചു. രാത്രിക്ക് ഞങ്ങൾ ലൈറ്റായിട്ടാണ് കഴിച്ചത്. ദോശ വാങ്ങിച്ച് ദോശയും കറിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഞങ്ങൾ വളരെ ടയേർഡാവും. സോ ലൈറ്റായിട്ട് മതി എന്ന് തീരുമാനിച്ച് ലൈറ്റ് ദോശയും ചട്നി സാമ്പാറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഫ്രഷായി ഒന്ന് ഭക്ഷണം കഴിച്ച ശേഷം കിടന്നുറങ്ങിയിട്ടോ. കാരണം പിറ്റേ ദിവസം രാവിലെ എണീക്കണം, നമുക്ക് ഓണസദ്യ ആക്കണം, അതിന് ഓണപ്പൂക്കളിടണം. ഓണസദ്യ എന്ന് പറയുമ്പോൾ ഞാൻ വലിയൊരു കുക്കൊന്നും അല്ലെങ്കിലും ഓണത്തിന് ഞങ്ങൾ എപ്പോഴും സദ്യ തന്നെ ആക്കാറുള്ളത്. സദ്യ വെച്ചാൽ അങ്ങനെ വലിയ എല്ലാ കറികളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാനും ഏട്ടനും മാത്രമേ അവിടെ സദ്യ കഴിക്കുള്ളൂ. മോൾക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. എങ്കിൽ പോലും ഞാൻ ഒന്നിക്കറി സാമ്പാർ അങ്ങനെ 1-2 കറികൾ എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നോൺ വെജ് അന്ന് ഉണ്ടാക്കത്തില്ല. കാരണം ഉത്തരാടത്തിൻ്റെ അന്ന് ഞങ്ങൾ നോൺ വെജ് കഴിച്ചാൽ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ അതായത് ഞാനും ഏട്ടനും എന്തെയില്ല നോൺ വെജ് ഉണ്ടാക്കാറില്ല. അത് തിരുവോണത്തിൻ്റെ അന്ന് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് നോൺ വെജ് ഇല്ല, ഫുൾ വെജ് മാത്രമാണ്. അപ്പോൾ തിരുവോണ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളും എല്ലാവരും എൻജോയ് ചെയ്യുക. സ്കൂൾ തുറക്കാൻ 4-5 ദിവസം കൂടി ഉണ്ടല്ലേ നാട്ടിൽ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ മക്കളെ. താങ്ക് യു.